Hi dears, welcome back to my channel. വീഡിയോ പപ്പടവും ചെറിയുള്ളിയും വെച്ചിട്ട് എയർ ഫ്രയറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പപ്പടം വറുത്തെടുക്കല്ലേ ചോറിന്, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല രസമാണ്. അതുപോലെ തന്നെ നമ്മൾ പപ്പടത്തിൻ്റെ തോരൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ അത്രയ്ക്ക് രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 10ഓളം പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പടം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, പഴയ പപ്പടം എടുക്കരുത്. അതായത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചതും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള പപ്പടം എടുക്കുക. പുതിയ പാക്കറ്റ് പൊട്ടിച്ചിട്ടുള്ള പപ്പടം, അതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതാ പിന്നെ ഒരു 10-12ഓളം ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പപ്പടത്തിനുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പപ്പടം ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പമാണ് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഇതുപോലെ പപ്പടം തോരൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആണല്ലോ പപ്പടം. സാധാരണയായിട്ട് നമ്മൾ ഓയിലിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുക. അതായത് ഒരുപാട് എണ്ണ നമ്മുടെ ശരീരത്തിലേക്ക് അതുകൊണ്ട് കയറുന്നു. ഇതിൽ നമ്മൾ എണ്ണ ഒന്നും ചേർക്കണ്ട, അത്രയ്ക്കും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ചെറിയുള്ളി നമുക്ക് നന്നായിട്ട് കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം, കാരണം പപ്പടം പെട്ടെന്ന് തന്നെ എയർ ഫ്രയറിൽ പൊങ്ങി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയുള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. ചെറിയുള്ളിയും പപ്പടം കൂടിയുള്ള ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാനിത് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കനത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഉണ്ടല്ലോ ഒരു അടപ്പുള്ള ഒരു ബൗൾ എടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ സാധാരണ മുളകോ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂണോളം ചതച്ച മുളകില്ലേ, ക്രഷ്ഡ് ചില്ലി, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മളിതിൽ ചേർക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ പപ്പടത്തിൽ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ തന്നെ പപ്പടവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ സ്കിപ്പായി പോയതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് ഷേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ പപ്പടവും മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഓയിലും ഒക്കെ ഒന്ന് മിക്സായിട്ട് വരാനാണ്. അപ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ഒന്നങ്ങ് മിക്സായിട്ട് വരണം. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് കറിവേപ്പില ഒന്നങ്ങ് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ദാ എല്ലാം കൂടി ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഷേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഒക്കെ വെച്ച് മിക്സ് ചെയ്യുന്നേക്കാളും എളുപ്പം നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. കാരണം എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടും. നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കുന്നുണ്ടല്ലോ. കണ്ടോ, ഇത് മുളക് പൊടി ഇതും എല്ലായിടത്തേക്കും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. സാധാരണയായിട്ട് ഞാൻ സിലിക്കൻ്റെ ട്രേ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ട്രേയിലോ ആണ് വെച്ച് കൊടുക്കാറ്. ഇതിപ്പോൾ ഞാൻ പപ്പടമായതുകൊണ്ട് കുറച്ച് കനം കുറഞ്ഞതല്ലേ, അത് ഞാൻ ഈ ഒരു ട്രേ മാറ്റിയതിന് ശേഷം ഇതിൽ അടിയിലുള്ള ട്രേയിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് പരത്തി വെക്കാം. എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ പരത്തി വെക്കാം. പപ്പടത്തിൻ്റെ അളവ് നിങ്ങൾ ഇതിൽ കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഇത് 2 ട്രിപ്പായിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ഇത് പൊള്ളി വരില്ല. പിന്നെ അതുപോലെ തന്നെ ടൈം നമ്മൾ കൂടുതൽ എടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഇവിടെ വെറും 5 മിനിറ്റ് മാത്രമാണ് കുക്കിംഗ് ടൈം കൊടുക്കുന്നത്. അപ്പോൾ പപ്പടത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് 5 എന്നുള്ളത് ചിലപ്പോൾ 10 മിനിറ്റ് ആക്കിയാൽ അവിടെ ഇവിടെയൊക്കെ ചില പപ്പടം കരിഞ്ഞു പോകും, ചില പീസൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയെടുക്കുക. കൂടുതലായിട്ട് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അതുമല്ല നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയില്ല. ഇനിയിപ്പോൾ ദാ മറ്റേ ട്രേ വെച്ചിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാനുവലിലാണ് സെറ്റ് ചെയ്യുന്നത്. മാനുവലിൽ 5 മിനിറ്റാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. 190 ഡിഗ്രിയിൽ 5 മിനിറ്റാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ എയർ ഫ്രയറിൻ്റെ ടൈമും അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതും അനുസരിച്ചിട്ട് ടൈമിങ് വ്യത്യാസമായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എപ്പോഴും ഒരേ ഒരു ടൈമിൽ കിട്ടിയെന്ന് വരില്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അതല്ല കൂടുതലാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എയർ ഫ്രയർ തുറന്ന് നോക്കിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ചില പപ്പട പീസൊക്കെ ഒന്ന് പൊള്ളി വരും. അപ്പോൾ അതുപോലെ എല്ലാം കൂടി ഒന്ന് പൊങ്ങി വരാനായിട്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത്ര അധികം ടൈം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചിട്ട് ഒരു 4 മിനിറ്റ് 3 മിനിറ്റിൽ തന്നെ നമുക്ക് ഓഫ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് ഞാനിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ 1 മിനിറ്റേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ 5 മിനിറ്റും കഴിഞ്ഞപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് പപ്പടമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. അപ്പം സാധാരണയായിട്ട് നമ്മൾ പപ്പടം എണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ തന്നെ പപ്പടം വറുത്തെടുത്ത ആ സമയത്ത് അത്ര ക്രിസ്പി ആയിട്ട് ഇരിക്കില്ല അല്ലേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അതുപോലെ തന്നെയാണ് കേട്ടോ എയർ ഫ്രയറിലും നമ്മൾ ഈ വറുത്ത സമയത്ത് തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് വരില്ല. ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ് ഒന്നങ്ങ് ചൂടാറി വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. വെറുതെ സ്നാക്ക് കഴിക്കുമ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നമുക്കിത് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും അതെ നല്ല എളുപ്പമാണ്. അവർക്ക് ഇഷ്ടമാവും ചോറിൻ്റെ കൂടെയും അതുപോലെ വെറുതെ കഴിക്കാനൊക്കെ. ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്തൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മളിത് അടച്ച് വെക്കുകയാണെങ്കിൽ 2 ദിവസമൊക്കെ ഇതുപോലെ ഇരിക്കും കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.